ഇവിടെ സമരം എത്രത്തോളമാണ്, അതിൽ എന്തൊക്കെ വ്യാജങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ആരോഗ്യമന്ത്രി നാടകം കളിക്കുന്നു, ആരോഗ്യമന്ത്രി അഭിനേത്രിയാണ്, ആരോഗ്യമന്ത്രി നാടകമാണെന്നും പ്രതിപക്ഷ നേതാവ് അടക്കം ആവർത്തിച്ച് പറഞ്ഞത് ശരിയാണ്. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വിപ്ലാഷ് ഇഞ്ചുറി ചിലപ്പോൾ ആവാം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്. നേരത്തെ വിളപ്പിൽശാല ബിസ്മീർ എന്നൊരു രോഗി CPR കിട്ടാതെ മരിച്ചപ്പോൾ CPR പറ്റി പഠിപ്പിച്ച ഡോക്ടറാണ്, എനിക്കറിയില്ല, ക്യാപ്സ്യൂൾ അല്ലെന്ന് തോന്നുന്നു. വിപ്ലാഷ് ഇഞ്ചുറി എന്നത് കഴുത്തിൻ്റെ പെട്ടെന്നുള്ള മുന്നോട്ടുമുള്ള ചലനം മൂലം ഉണ്ടാകുന്ന ഒരുതരം സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിയാണ്. അത് സാധാരണയായി കാർ അപകടങ്ങളിൽ റിയർ എൻഡ് കൊളീഷൻ കാണപ്പെടുന്നതാണെങ്കിലും പെട്ടെന്നുള്ള ശക്തമായ പുഷ് ഓർ പുൾ എന്നിവയിലൂടെ ഉണ്ടാകാം. ഇന്നലെ ഉണ്ടായ പോലെ സാഹചര്യങ്ങൾ വളരെ റിഫ്ലക്സീവായിട്ട് കഴുത്ത് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന പോലെ വിപ്ലാഷ് ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ അത് നാടകമെന്നൊക്കെ കളിയാക്കാവോ ശ്രീ ജിൻഡോ? അത് ശരിയാണോ? ഹാഷ്മി, ഇനിയിപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രിക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്ന് ഏതായാലും കണ്ടെത്തി. അതിനുശേഷം ആ പരിക്കിൻ്റെ പേര് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുക. ഞാൻ ഇത്തരം ടെർമിനോളജിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം. എന്തായാലും നമ്മുടെ മുമ്പിൽ AM ഷംസീർ സ്പീക്കറും MV ഗോവിന്ദൻ പാർട്ടിയുടെ CPM സംസ്ഥാന സെക്രട്ടറിയും MV ജയരാജൻ അവിടുത്തെ മുതിർന്ന നേതാവ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകൻ മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ സകല CPM നേതാക്കന്മാരും പറഞ്ഞതുപോലെ KSUക്കാർ ഈ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം ഇതുവരെ അവർക്ക് പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഇനി ഈ പറഞ്ഞ പോലെ വിപ്ലാഷ് ഇഞ്ചുറി എന്താണോ ആ പേര്, അതുപോലെയുള്ള ഇഞ്ചുറി ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ വെട്ടിത്തിരിഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. മുദ്രാവാക്യം കേൾക്കുമ്പോൾ ആരടാ വാടാന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ മുദ്രാവാക്യം കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് സംഭവിച്ചതായിരിക്കാം. ഇനി അതിനപ്പുറത്ത് പിടിവലിക്കിടയിൽ ഉണ്ടായതാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ചുറ്റും നിന്നതും അവരുടെ പിടിവലി നടത്തിയതും അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടതും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഞാൻ പറയുന്നത് ശരി, ഈ പറയുന്ന KSUക്കാർ MV ഗോവിന്ദൻ പറയുന്ന പോലെ കഴുത്ത് പിരിച്ചൊടിച്ചെന്നോ ഒന്നോളം തെളിവൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇനി തെളിവ് പുറത്ത് വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ വരട്ടെ. എന്തായാലും പോലീസുകാർ ഒന്നും തമ്മിൽ ഇടയ്ക്കാണെങ്കിലും ആരോഗ്യമന്ത്രി കഴുത്തിന് വേദനയുണ്ട്. ICUവിൽ അഡ്മിറ്റായിരുന്നു. ICUവിൽ ചുമ്മാ അഡ്മിറ്റ് ആക്കുമോ? ICUവിൽ അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി. മന്ത്രി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, എവിടെ ചികിത്സയിലാണെന്ന് തോന്നുന്നു. ഒരു വേദനയുണ്ട്. ഞാൻ വേദന കളിയാക്കേണ്ട കാര്യം എന്താണ്? ബാക്കി നിങ്ങൾ രാഷ്ട്രീയം പറ. ഹാഷ്മി, വേദന നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. വേദന അനുഭവിക്കുന്ന ആൾക്കേ അറിയുള്ളൂ. അതുകൊണ്ട് വേദന ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാല അനുഭവങ്ങളിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഷുക്കൂർ വധക്കേസിലായിരുന്നു എന്ന് തോന്നുന്നു, P ജയരാജനും ബോധക്കേട് വന്നിട്ട് ആംബുലൻസിലായിരുന്നു പിന്നെ കുറേ കാലം യാത്ര, അല്ലേ? അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശങ്കർദാസ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇവരുടെ വേദനയൊന്നും അളക്കാൻ പറ്റുന്ന മെഷീനൊന്നും നമുക്കില്ല, നമുക്കറിയില്ല. അവർ പറയുന്ന സത്യമാകട്ടെ, അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ വിപ്ലാഷ് ഇഞ്ചുറി, താങ്കൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഈ ഇഞ്ചുറി MRI സ്കാൻ നടത്തി മെഡിക്കൽ ബുള്ളറ്റിനിൽ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പരിക്ക് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. എങ്ങനെയാണ് പരിക്ക് പറ്റിയെന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടുള്ള, യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഇത്രയും ഗുരുതരമായിട്ടുള്ള ICUവിൽ കിടക്കേണ്ട രോഗി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് ഇന്നോവ കാറിൽ 100 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തത്? എന്തുകൊണ്ടാണ്? ഒരു എയർ ആംബുലൻസ് ഉപയോഗിക്കണ്ടേ? ഇവരെ കിടത്തിക്കൊണ്ടുപോകണ്ടേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടത്തിക്കൊണ്ടുപോയ മന്ത്രി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി കണ്ടെത്തിയതിനു ശേഷം ഈ തീരാവേദനയിൽ പെടയുന്നു എന്ന് CPM നേതാക്കന്മാർ വിലപിക്കുന്ന സമയത്ത് ഈ മന്ത്രി വെളുപ്പാങ്കാലത്ത് ആളുകൾ ആരും കാണാതെ ഇന്നോവ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് കള്ളമാണോ അഭിനയമാണോ എന്നുള്ള സംശയം ഉണ്ടാകും. ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഓരോ സംഭവവും. കാരണം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുമ്പ് എൻട്രൻസിൽ വെച്ചുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അവർ നടന്നു വരുന്ന സമയത്ത് പോലീസുകാർ മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഒരു വാക്കുണ്ട്: മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ, മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ എന്ന്. മന്ത്രിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ഒഴിഞ്ഞു മാറിയപ്പോൾ അവർ നടന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഓവർബ്രിഡ്ജ് കയറി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം AM ഷംസീറാണ് കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു സർജനാണ് AM ഷംസീർ. നോക്കി കണ്ടുപിടിക്കും. അതായത് കഴുത്തിൽ പരിക്ക്, ഗുരുതരമായ പരിക്ക് കശേരുക്കൾക്കുണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച ഷംസീറിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി വിളിക്കുന്നു. വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതുവരെ ഓർമ്മയില്ലാത്ത വേദന അപ്പം മന്ത്രിക്ക് വരുന്നു. വേദനയ്ക്ക് ശേഷം അവരെ പിന്നെ ആശുപത്രി കൊണ്ടുവന്നു, പിന്നെ സ്ട്രെച്ചറിൽ കിടത്തുന്നു, ICUവിൽ കിടത്തുന്നു. പിന്നെ ഇത് മൊത്തം വേറെ രീതിയിലായി.
കലാപാഹ്വാനം നടത്തുന്നു, കലാപം നടക്കുന്നു, ബോംബേർ നടക്കുന്നു, വലിയ ബഹളം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മന്ത്രിക്ക് ഗുരുതരമായ അവസ്ഥയാണെന്ന് പറയുന്നു. മന്ത്രിയുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നഴ്സുമാർ ചുറ്റും നിന്നിട്ട് സെൽഫി എടുത്ത് പുഞ്ചിരി പങ്കിടുന്നു. ഇതിനെല്ലാം ശേഷം ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മന്ത്രി. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടിൽ അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. ഇന്ന് വെളുപ്പിന് മന്ത്രിയെ കാണുന്നില്ല. ഒരു തലവണ അവിടെ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി വെച്ചിട്ട് മന്ത്രി ഇന്നോവ കാറിൽ കയറി തെക്കോട്ട് പോയെന്ന് പറയാം. ഇപ്പോഴും തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. മന്ത്രി എവിടേക്കാ പോയതെന്ന് നമുക്കറിയോ? അപ്പൊ കാണാതായ മന്ത്രിയെ ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം. ഇത്രയും ഗുരുതരാവസ്ഥയിലായ മന്ത്രി എങ്ങോട്ട് പോയി? മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? അത് മറ്റു ആളുകൾക്ക് അനുവദനീയമാണോ? അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു രോഗി, യാത്ര അനുവദനീയമല്ലാത്ത ഒരു രോഗി, കേരളത്തിലെ ആരോഗ്യ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. ഇനി അല്ല, മന്ത്രി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അക്കാര്യത്തിലും കൂടി അന്വേഷണം നടക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.